മരിച്ചു, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ട് പാപി, എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ചു. എന്നിട്ട് അവനുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. എന്താണ്? ആ പുത്രത്വം എന്നിലേക്ക് വരാൻ സ്നാനമേറ്റപ്പോൾ, വിശ്വസിച്ച് സ്നാനമേറ്റപ്പോൾ ഈ പുത്രനെ എൻ്റെ അകത്തോട്ട് വെച്ചു. ഇപ്പം നോക്കിയേ, ഞാൻ ദൈവത്തിന് മുമ്പിൽ നിരപ്പായി വന്നില്ലേ? പുത്രനും പിതാവും കൂടി ഇരിക്കുന്ന പോലെ എനിക്കും ഇപ്പം ഈ പുത്രത്തിൻ്റെ ആത്മാവ് കൊണ്ട് പിതാവുമായിട്ട് എനിക്ക് ചേരാം. ഈ പുത്രൻ്റെ ആത്മാവ് വന്ന വഴി എന്താണ് സംഭവിച്ചത്? ഞാൻ ആദമിൻ്റെ മകൻ എന്നുള്ള പദവി അല്ലിനി ഇന്ന് ഞാൻ ദൈവപുത്രൻ എന്നുള്ള പദവിയിലേക്ക് വന്നു, ദൈവത്തിൻ്റെ മകൻ എന്നുള്ള പദവിയിലേക്ക് വന്നു. അങ്ങനെ വന്ന ഒരു ഗ്രൂപ്പാണ് ഈ എഫേസ്യസിലെ സഭ. അവരോട് പറയുകയാണ്, നമ്മുടെ പിതാവായ മേളിൽ പറഞ്ഞ വിശുദ്ധന്മാർ, എഫേസ്യസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക്. അപ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനായിട്ട് തീരുക. വെച്ചാൽ ദൈവം ഇരിക്കുന്നിടത്ത് ഇരിപ്പാണ് നമുക്ക്. ദൈവവും നമ്മൾ തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതായിട്ട് തീർന്നത് ഈ ക്രൂശാണ്. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റത് വഴി, ഞാനത് വിശ്വസിച്ചത് വഴി, അവൻ ഏറ്റത് വഴിയല്ല, ഏറ്റത് ഞാൻ വിശ്വസിച്ചത് വഴി ഇപ്പോൾ ദൈവവും ഞാനും കൂടെ നിരപ്പായി. അതാ റോമലേഖനം 5:1 പറഞ്ഞു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം. ഇനിയും പുറത്തു പോയി നിൽക്കണ്ട, തിരശ്ശീലേക്ക് ഇപ്പുറത്ത് നിൽക്കണ്ട, ഇല്ലേ? ഇപ്പം നമുക്കിഷ്ടമല്ല, നമുക്ക് ദേഷ്യമുള്ള ഒരാൾ ഇവിടെ സാറിനെ കാണണമെന്ന് വന്നു കഴിഞ്ഞാൽ അവനെ കട്ടളയ്ക്ക് അപ്പുറത്ത് സാറേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ധൈര്യമായിട്ട് കയറി വരത്തില്ല. ഇപ്പം നമ്മൾ നല്ലൊരു സ്നേഹബന്ധത്തിൽ വന്നുകൊണ്ടിരുന്ന പണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സാറ് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു, ഇപ്പോഴത്തെ ഡോർ തുറന്നിരിക്കുക, നേരത്തെ കയറി വെക്കല്ലേ, സാറിന് വിളിക്കാതെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കയറിയിരിക്കാനുള്ള അവസരം ഇപ്പം എനിക്കുണ്ട്. കാരണം നമ്മൾ തമ്മിൽ ഒരു സ്നേഹത്തില്ല. പണ്ടതില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? പണ്ട് വന്നാൽ ബെല്ലടിച്ച് സാർ ഇറങ്ങി വരുന്ന ടൈമിൽ ഞാൻ വെയിറ്റ് ചെയ്യണം. സാർ പക്ഷേ കാര്യം പറഞ്ഞെങ്കിൽ വിടത്തേ ഉള്ളൂ, എൻ്റെ ഞാൻ ശരി ഓക്കെ, അല്ലാതെ വന്നാട്ടെ ഇരുന്നാട്ടെ നമ്മൾ ഒന്നിച്ചിരിക്കരുത്. ഇപ്പം ഡോർ രാവിലെ തുറന്നിട്ടിരിക്കുന്നു, ഞാൻ നേരെ കയറി വരുന്നു. കാരണം എന്താ? നമ്മൾ തമ്മിൽ സമാധാനം ഉണ്ടായി. ഇവിടെ തന്നെ ദൈവത്തിനോടൊരു സമാധാനം വരണമെങ്കിൽ ഈ പുത്രൻ മുഖാന്തരമുള്ള പാപമോചനം നമുക്കായിരുന്നു. അല്ലാതെ ഒരിക്കലും നമുക്ക് ദൈവത്തോട് സന്നിധിയിൽ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വില എത്ര? യേശുക്രിസ്തുവിൻ്റെ വിലയാണ്. അപ്പം ഇങ്ങനെയാണ് പാപിയായിരിക്കുന്ന ഒരുത്തൻ വിശുദ്ധനായിട്ട് തീരുന്നത് ഈ സ്നാനത്തിലാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും.